ഈ പാട്ട് ഞാൻ പാടിയാൽ ശരിയാവില്ല. ഇത് യേശുദാസ് പാടിയാൽ മതി. ഇത് പറഞ്ഞത് മഹാഗായകനായ എസ്.പി. ബാലസുബ്രഹ്മണ്യം തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാം. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1990 എന്ന് പറയുന്ന ആ ഒരു വർഷം, ഭരതൻ പുതിയൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. ആ ഒരു സിനിമയായിരുന്നു അമരം. അപ്പൊ അമരം സിനിമയുടെ കഥയും മറ്റു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കൈതപ്രത്തിനെ ഭരതൻ വീട്ടിലോട്ട് വിളിപ്പിക്കുന്നു. അപ്പൊ അന്ന് ഭരതന്റെ തൃശ്ശൂര് വടക്കാഞ്ചേരി. അപ്പൊ അവിടെ വീട്ടിലോട്ട് വിളിപ്പിച്ച് അവിടെ ഇരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അന്ന് ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പൊ ഒരു ആഘോഷ മൂഡാണ്. എന്നിട്ട് കഥയൊക്കെ പറഞ്ഞ ശേഷം ഭരതൻ ഒരു ഹിന്ദി പാട്ട്, അന്ന് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു ഹിന്ദി പാട്ട് മൂളി. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ട്യൂൺ അനുസരിച്ചിട്ട് ഒരു വരി എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ കൈതപ്രം അവിടെ ഇരുന്ന് എഴുതിയതാണ് വികാര നൗകയുമായി എന്ന് പറയുന്ന ആ ഒരു വരികൾ. അപ്പൊ വേറെ ഏതോ ഒരു ട്യൂണാണ്, ചുമ്മാ എഴുതി. ഇത് കഴിഞ്ഞ് പിന്നീട് കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിന്റെ കമ്പോസിങ് നടത്താനായിട്ട് മദ്രാസിൽ അന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ അവിടെ വെച്ചിട്ട് കമ്പോസിങ്ങിന് ഇരിക്കുകയാണ്. രവീന്ദ്രൻ മാഷുണ്ട്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുണ്ട്, ഭരതനും ഉണ്ട്. അപ്പോൾ ഭരതൻ സിറ്റുവേഷനൊക്കെ പറയുന്നു. അപ്പൊ ഭരതൻ എന്ന് പറയുന്ന ഒരു സംവിധായകനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം വെറും ഒരു സംവിധായകനല്ല, അദ്ദേഹം നല്ലൊരു വരയ്ക്കുന്ന ഒരു പെയിന്റർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ സീൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു വിഷ്വൽ എന്നൊക്കെ പറഞ്ഞ ഒരു പെയിന്റിങ് പോലെ ആയിരിക്കും. അദ്ദേഹം നന്നായിട്ട് സംഗീതം അറിയാം. അപ്പൊ ഭരതൻ അവിടുന്ന് പറയുന്നുണ്ട്, പല സിറ്റുവേഷൻസ് പറയുന്നു. അങ്ങനെ ആ വികാര നൗകയുമായി എന്ന് പറഞ്ഞ എഴുതിയ വരികൾ വെച്ച് രവീന്ദ്രൻ മാഷ് ഈണം ഇട്ടതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വികാര നൗകയുമായി എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ അന്ന് കൈതപ്രം തന്നെ ഈ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടെ വായിച്ചു. അതായത് കൈതപ്രം തന്നെ പറഞ്ഞു, ഞാൻ ആ വികാര നൗകമായി എഴുതിയപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ വികാര നൗകമായിട്ട് ട്യൂണ് രവീന്ദ്രൻ ആദ്യമായിട്ട് ഇങ്ങനെ പാടുന്നു, ഞാനത് കേൾക്കുന്നു. അതൊരു അനുഭവം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് അതിന്റെ പാട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി സ്റ്റുഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ റെക്കോർഡ് ചെയ്യാം. അന്ന് ഇവര് ഈ പാട്ട് പാടാനായിട്ട് ഇവര് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവര് വിളിച്ചിരുന്നത് SPBനെയാണ്. അതിനു മുമ്പ് അല്ല, മറ്റേ പാട്ട് അഴകി എന്ന് പറയുന്ന ഒരു പാട്ട് യേശുദാസ് തന്നെയാണ് പാടിയത്. അന്ന് യേശുദാസിന് തന്നെയായിരുന്നു. അപ്പൊ ഇത് SPB കൊണ്ട് പാടിപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടെ വരുന്നു. SPB ഇതിന്റെ ലിറിക്സ് നോക്കുന്നു, ട്യൂൺ കേൾക്കുന്നു. SPB പറയുന്നു, ഇത് ഞാനല്ല, ഇത് യേശുദാസ് പാടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് എത്ര ഗായകർ അല്ലെങ്കിൽ എത്ര ആളുകൾ അങ്ങനെ ചിന്താം. നമുക്ക് വന്ന ഒരു അവസരം, ഇത് ഞാനല്ല, ഇത് മറ്റേ ആളാണ് പാടേണ്ടതെന്ന് പറഞ്ഞ മറ്റേ വ്യക്തിക്ക് കൈമാറുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ത്യാഗം സഹിക്കുക എന്ന് പറയുന്നത് SPBയുടെ വലിയൊരു മനസ്സാണ്. അങ്ങനെ യേശുദാസ് വന്നു, യേശുദാസ് ആ പാട്ട് അതിഗംഭീരമായിട്ട് പാടി. ഇനികൊണ്ട് ഇന്ന് യേശുദാസ് അല്ലാതെ നമുക്ക് ആരും സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു തെലുങ്ക് വേർഷൻ പാടിയിട്ടുള്ളത് അത് നമ്മുടെ SPB തന്നെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു SPBക്ക് ചിലപ്പോൾ അത് SPBയുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു. പിന്നെ ആ വികാര നൗകി എന്ന് പറഞ്ഞ ഒരു പാട്ട്, അത് നമ്മളത് വിഷ്വലും കൂടി എടുത്ത് എനിക്ക് തോന്നുന്നു ഇന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതില് ഭരതൻ അന്ന് ആ ഒരു പാട്ടിനെ കുറിച്ച് കൈതപ്രത്തിനോടും രവീന്ദ്രനോടും ഒക്കെ പറയുമ്പോൾ തന്നെ ഭരതന്റെ മനസ്സിലുണ്ട്. ഭരതൻ പറഞ്ഞു, ഇതിൽ രണ്ട് പ്രണയങ്ങളാണ്. ഒന്ന് അതിലെ മമ്മൂട്ടി ചെയ്ത അച്ചുട്ടിയുടെ ഒരു നഷ്ടപ്രണയം, മറ്റൊന്ന് അതിലെ മകളുടെ പ്രണയവും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ആ ഒരു സീനില്, പാട്ട് സീനിൽ. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അല്ലാതെ മറ്റാരെയും നമുക്കതിൽ സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ആ കല്യാണം കഴിഞ്ഞിട്ട് അതിൽ ചിത്രയുടെ, മമ്മൂട്ടി പ്രണയിച്ചിരുന്ന ചിത്രയുടെ കല്യാണം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ മമ്മൂട്ടി വീടിന്റെ അകത്തിരുന്ന് മമ്മൂട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻസ് കൊണ്ടാണ് മമ്മൂട്ടി അതിന്റെ പെർഫോമൻസ്. അതുപോലെ തന്നെ ആ ഒരു മണല് ചേർത്ത് പിടിച്ചിട്ട് മമ്മൂട്ടി കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇന്നും നമ്മളെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ചില വിഷ്വൽസോ അല്ലെങ്കിൽ ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ആ വർഷം രവീന്ദ്രൻ മാഷിന്റെ 91 ആ ഒരു സിനിമ റിലീസ് ആവുന്നത്. എനിക്കിപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. അന്ന് ചാലക്കുടി സുരഭി തിയേറ്റർ എന്നാണ് കണ്ടത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ചാലക്കുടി എന്നാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. അത് സുരഭി തിയേറ്റർ എന്നൊരു ഒരു സെക്കൻഡ് ഷോ ആണ് കാണുന്നത്. അന്ന് അതിന്റെ കഥയോ മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രായമൊന്നുമല്ല, 5 വയസ്സ് 6 വയസ്സൊക്കെ അന്നേ ഉള്ളൂ. എന്തായാലും ആ വർഷം അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഉണ്ട്. ഭരതം പോലത്തെ സൂപ്പർ ഹിറ്റ് വേറെ പാട്ടുകളൊക്കെ രവീന്ദ്രൻ മാഷ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അമരം എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു പ്രത്യേക രണ്ട് ജോണൽ. അപ്പൊ ഭരതവും അമരവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അന്ന് SPB ആയിരുന്നു ആ വികാര നൗകയുമായി എന്ന ഒരു പാട്ട് മലയാളത്തിൽ പാടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. SPB അത് വേറെ എവിടെയെങ്കിലും സ്റ്റേജിൽ വികാര നൗകയുമായി മലയാളത്തിൽ പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ തെലുങ്ക് വേർഷൻ പാടിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് SPB ആയിരുന്നു ആ മലയാളം പാട്ട് പാടിയിരുന്നെങ്കിൽ ഏത് തരത്തിലാകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അമരം എന്ന് പറയുന്ന സിനിമ അന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട 90s, എന്നെ പോലത്തെ 90s കിഡ്സിന് ആ ഒരു സിനിമയുടെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക.